നമ്മുടെ നാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കച്ചവടം കുറയുകയാണ്, ഓൺലൈനിലേക്ക് ബിസിനസ് വ്യാപിച്ചു എന്ന് വ്യാപകമായി എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഓരോ കച്ചവട സ്ഥാപനത്തിൻ്റെ മുൻപിലൂടെ പോകുമ്പോഴും വ്യാപാര സമുച്ചയത്തിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് പല സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാറുണ്ട്. സമയം അവർക്ക് മറ്റ് ജോലികളില്ലാത്ത സമയത്ത് അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കായിരിക്കും. പക്ഷേ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അക്കൗണ്ട് ഉണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിലെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു വീഡിയോ ഓരോ ദിവസവും എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വസ്ത്രസ്ഥാപനത്തിലെ ഓരോ വസ്ത്രങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ചും അതിൻ്റെ മോഡലിനെ കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് ചിലപ്പോൾ കച്ചവടം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന ആളുകൾക്കും മറ്റുള്ള ഒരു നാലാൾ തിരിച്ചറിയുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. നല്ല പ്രൊഡക്റ്റുകൾ പബ്ലിഷ് ചെയ്താൽ വാങ്ങുവാൻ നിരവധി ആളുകളുണ്ട്. അത് ഓൺലൈൻ പർച്ചേസിങ് സൈറ്റുകളല്ല തന്നെ വീഡിയോയിൽ നിന്ന് കണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് പല സ്ഥാപനങ്ങളും തന്നെ ഉന്നത വിജയത്തിൽ വീഡിയോയിലൂടെ പ്രൊഡക്റ്റുകൾ ഷെയർ ചെയ്ത് വിൽപ്പന നടത്തി എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളും അതുപോലെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ശ്രമം തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ചിലപ്പോൾ ആ സ്ഥാപനത്തിന് വലിയ ഉയർച്ചയിലേക്ക് എത്താൻ കഴിയും. ഈ തൊഴിലാളിക്കും സമൂഹത്തിൽ ഒരു വിലയും നിലയും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവച്ചതാണ്.